പതിവ് ദിവസം പോലെ ഇന്നും നേരം പുലർന്നു. നേരം പുലർന്നതും പുലരിയല്ല, ഒരു 5 മണിയായപ്പോൾ എണീറ്റ് കുളിച്ച് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടോ. വിളക്ക് വെച്ച് തൊഴുത് കഴിഞ്ഞ ശേഷം എന്നത്തെയും പോലെ നമ്മുടെ പെണ്ണുങ്ങളുടെ എന്താ പറയുക ഇതാണല്ലോ അടുക്കള എന്ന് പറയുന്നത്. അടുക്കളയിൽ കയറിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം വെക്കുക ചായയാണ്. ചായ വെച്ചതിന് ശേഷം ആണ് ബാക്കിയുള്ള പരിപാടികൾക്ക് പോകാറുള്ളൂ. ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കുക, അതിലേക്ക് കടലക്കറിയും ഉള്ളിയും കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടിട്ട് കടലക്കറി കഴിച്ചിട്ട് അങ്ങനെയാണ് മോനിഷ്ടം. അപ്പോൾ അവനത് അധികം കഴിക്കാറുണ്ട്. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ കരുതിയിട്ടുണ്ടായില്ല. കാരണം ഹസ്ബൻഡിന് നേരത്തെ ജോലിക്കെന്നല്ല പണിക്ക് പോകേണ്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്താ പറയുക വല്ല നമ്മളിവിടെ കലക്കിപ്പാർന്ന അപ്പം എന്നൊക്കെ പറയും, നീർദോശ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതുണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ റിച്ചുവിനോട് വെറുതെ തമാശ രൂപത്തിൽ ചോദിച്ചിട്ടായിരുന്നു എന്താ മോന് കഴിക്കാനാണോ വേണ്ടത് വെച്ചപ്പോൾ ചപ്പാത്തി വേണം അപ്പം വേണം അറപ്പിന് ചപ്പാത്തി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ മോൻ്റെ ഇഷ്ടം പോലെ തന്നെ ഇന്ന് ചപ്പാത്തി തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി രാവിലെ നേരത്തെ എണീക്കുകയും ചെയ്തു. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും നേരത്തെ എണീക്കണമല്ലോ, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. എണീച്ച് എനിക്ക് കുറച്ച് പകുതി ഹാഫ് പണിയായപ്പോഴത്തേക്ക് അവനും എണീച്ചു കേട്ടോ. അവനും എണീച്ച പിന്നെ എനിക്ക് എന്താ പറയുക നമ്മൾ സാധാ സ്പീഡിൽ നടക്കില്ല. കാരണം കുട്ടികളൊപ്പം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കുട്ടികളുള്ളവർക്ക് അറിയാമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഓരോന്നും ഞാനെന്തെടുക്കുമ്പോൾ അതിന് പിന്നാലെ എന്തെങ്കിലും കാണിച്ചേക്കും. പിന്നെ അത് നേരാക്കാൻ വേണ്ടി ആദ്യം പോകേണ്ടി വരും. അതിനിടയിൽ ചായ തിളച്ചു. ചായ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പണിയെടുക്കുന്നതിനിടയിൽ കുറച്ച് കുടിക്കണ പതിവുണ്ട് എനിക്ക്. അത് അധികം നല്ലതല്ല എന്നറിയാം, എങ്കിലും അത് കുടിച്ചെങ്കിൽ പണി മുന്നോട്ട് ഒന്ന് ഉഷാറായി പോവുള്ളൂ. പിന്നെ അവന് നീച്ചതല്ലേ, ഞാനൊപ്പം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും കേട്ടോ. ഞാൻ എന്തെടുക്കുകയാണെങ്കിലും എൻ്റെ മുന്നിലും പിന്നിലും അവനുണ്ടായിരിക്കും. നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയും, പക്ഷേ അവൻ എൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴേക്കും എനിക്കൊരു ഇതാണ്. ഞാൻ എടുപ്പിച്ചുകൊണ്ടല്ല കേട്ടോ, അവന് സ്വയം ഞാൻ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ അമ്മ ഇത് ഇനിയിപ്പോൾ ഒരു വിറക് അടുക്കിക്കുകയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഒപ്പം കൂടെ ഉണ്ടാവും. ഇപ്പോൾ രാവിലെ എണീച്ച് വരുമ്പോൾ അധികം ഒരു പകുതി ഹാഫ് ടൈം ആകുമ്പോഴത്തേക്കും അവൻ എണീച്ച് പോരും. അവൻ എണീച്ച് വന്നാൽ ഇനിയിപ്പോൾ അപ്പ ചൂടെന്ന് വെച്ചാൽ അപ്പം തന്നെ ഒരു പാത്രം ആണെന്ന് പറഞ്ഞിട്ട് എണീച്ച് വന്ന അപ്പം തന്നെ ഞങ്ങൾ പോയി പല്ലൊക്കെ തേച്ച് പോരും കേട്ടോ. എന്നിട്ട് പാത്രത്തിൽ അപ്പം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതപ്പം തന്നെ ഒരു 1-2 കഴിക്കും. പിന്നെ എന്താ പറയുക അവൻ്റെ അച്ഛന് ഇരിക്കുമ്പോഴാണ് കഴിക്കാറ്. അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു കറിയാണ് കടലക്കറി. അപ്പം അത് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ പുലർച്ചെ വിശേഷങ്ങളെന്ന് പറയണത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടൊക്കെ ഓരോ ദിവസവും കടന്നു പോകും. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.